വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ലുക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ ഞാൻ എന്തൊക്കെയാണ് പ്രോഡക്റ്റും ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. സോ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കണ്ടിട്ട് പോയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും എന്നല്ല, നിങ്ങൾക്ക് എൻ്റെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു ധാവണി മോഡൽ ഡ്രസ്സാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ലാലീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പൊട്ടിക്കുന്ന എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ധാവണിയാണ്. നമ്മൾ പഴയ വൈബൊക്കെ കിട്ടുന്ന ഒരു ധാവണി. ഇങ്ങനത്തെ ധാവണി ഇപ്പം കൂടുതലും ഇപ്പം വേറൊരു ധാവണിയാണ്, പക്ഷെ എനിക്ക് ഈ ഒരു ധാവണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു പഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒരുപാട് മേക്കപ്പ് അല്ല, എന്നാലും കുറച്ച് മേക്കപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്നെ നോക്കിയാണ് സംസാരിക്കുന്നത്, കാരണം ഇവിടെ കണ്ണാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാഷ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ലാഷ് ഓൾറെഡി ഉണ്ട്. പക്ഷെ എനിക്ക് വെക്കണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീഡിയോയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് കോസാറക്സിൻ്റെ ഈ ഒരു സ്നെയിൽ 96. ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റാന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന രീതി, പ്രൊണൗൺസ് ചെയ്യുന്ന രീതി തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു കോസാറക്സ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മുടെ ഫേസ് ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഫ്രഷ് ഫീലാണ്. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ഞാൻ പുട്ടിയാണെന്ന്, ഞാൻ ശരിക്കും പറഞ്ഞാൽ പുട്ടി ഇട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ എൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പുട്ടിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഒറിജിനൽ ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും അൽഹംദുലില്ലാ ഇല്ല. വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട്. പിമ്പിൾസ് വരും എനിക്ക് ഈ ഒരു സൈഡിൽ. നമ്മളെ പീരിയഡ്സ് ടൈമിൽ ഇതേ പീരിയഡ്സ് വരികയാണ്, റെഡി ആയിട്ട് ഇരുന്നോ, പ്രിപ്പയർ ചെയ്തിട്ടിരുന്നോ എന്ന് കാണിക്കാൻ വേണ്ടി വരും. അല്ലാണ്ട് അങ്ങനെ എനിക്ക് വരലില്ല. അപ്പോൾ നമുക്ക് ഇതിട്ട് കഴിഞ്ഞു. മോയ്സ്ചറൈസറാണ്. ചില ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്യും, അത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുൻപ്. പക്ഷെ ഞാൻ നേരെ തിരിച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എന്താ അറിയില്ല, ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ കൂടി ഇടാത്ത. ഇല്ലെങ്കിൽ ഞാൻ കഴുത്തിലും കൂടി ഇടും. സറക്സിൻ്റെ സൺസ്ക്രീനാണ്. ഒരു ബ്ലൂ ബോട്ടിലും ഉണ്ട്, വേറൊരു ബോട്ടിലും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ചില ആൾക്കാർ 2 ഫിംഗർ റൂള്, 3 ഫിംഗർ റൂള്, 2 ഫിംഗർ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട്. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കും ഞാൻ. എന്നിട്ട് കുറേ വേണ്ട, ഞാൻ പുറത്ത് പോകുന്നില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ. ചില ആൾക്കാർ ഇങ്ങനെ ഉരയ്ക്കുന്നത് കാണാം. അങ്ങനെയൊന്നും ഉരയ്ക്കരുത് കേട്ടോ. ഇതിങ്ങനെ അബ്സോർവ് ആവണം. കണ്ടോ, അബ്സോർവ് ആയി പോണ 45 41 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിട്ടില്ലെങ്കിൽ നാളെ ചുണ്ടൊക്കെ നല്ലോണം പൊട്ട്. ഇപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനില്ല. കാരണം നമ്മളിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ വീർത്ത്. നമ്മൾ ഒരു തീ ഉണ്ടാക്കിയിട്ട് തീൻ്റെ മുന്നിൽ പോയി നിൽക്കില്ലേ, ആ ഫീലാണ്. ത്രെഡിങ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ കൂടുതൽ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ ആയി ഫൗണ്ടേഷൻ മേടിച്ചിട്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ, ഞാൻ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫൗണ്ടേഷനും പോയി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിരുന്ന് തുടച്ച് അതിൻ്റെ ഒരു ഇത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യൽ കുറവാണ്. പക്ഷെ തണുപ്പത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യും. സെഫോറേൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അന്നൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതല്ലാണ്ട് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വിഷമമുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഒരു 2 ഡ്രോപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കണ്ടോ,
കളർ കറക്റ്ററും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പം അതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കളർ കറക്റ്റർ കൺസീലറൊക്കെ യൂസ് ചെയ്യും. ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷനാണ്. പിന്നെ ചില ആൾക്കാർ കൺസീലർ യൂസ് ചെയ്തിട്ട് ഈ നമ്മുടെ അണ്ടർ ഐയിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്, കണ്ണിലൊക്കെ യൂസ് ചെയ്തിട്ട്. ഞാൻ അതും ചെയ്യാറില്ല. ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷനിലോട്ട് കടക്കുകയാണ് ചെയ്യാറുള്ളത്. കൺസീലർ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു ഏരിയ ആണ്. പിന്നെ ചില ആൾക്കാർ ഫൗണ്ടേഷന് പകരം കൺസീലർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതും നല്ലതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കൺസീലർ. കളർ കറക്റ്റർ നമുക്കിപ്പം പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണം, അല്ലാത്ത പക്ഷം ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കാണുന്ന കളർ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല, കാരണം നമ്മളിത് നല്ല രീതിക്ക് അബ്സോർവ് ആവും. അപ്പോൾ പിന്നെ ഈ കളറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഞാൻ ഒക്കെ അറിയുന്നതിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. ഓക്കെ, അപ്പോൾ ചെവിയിലിടുന്നൊരു സാധനം, കമ്മലൊക്കെ എനിക്കിപ്പോൾ ഒരാൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അല്ല, എല്ലായിടത്തും ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് ഷെയ്ഡായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഞാനിത് ഈ ഒരു പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി പാലറ്റാട്ടോ, നല്ല പാലറ്റാണ്. കണ്ടാലറിയും ഈ ഷെയ്ഡൊന്നും ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഇതുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. യെസ്, അപ്പം നമുക്ക് കൂടുതലും ഞാൻ ഈ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുക. അതൊരു കറക്റ്റ് ബ്ലാക്ക് അല്ലാത്തത് കൊണ്ട് നമുക്കിതൊന്നും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മളത് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരുപാട് ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്ക് ഓൾറെഡി പിരികുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയേടായി പോകും. അപ്പോൾ അത്ര വൃത്തിയേടാക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ കണ്ണിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ലാഷ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ലുക്ക് ചെയ്യാറില്ല. ഗ്ലിറ്റർ കൊടുക്കാന്നുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ സെഫോറേൻ്റെ ഈ ഒരു മിനി പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡും ഇതും കൂടിയാണ് കൊടുക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടുത്തെ ഈ നമ്മുടെ എൻ പോർഷനില്ലേ, നല്ല പിഗ്മെൻറ്റഡ് ആണ്. എൻ പോർഷനിൽ നിന്ന് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെറ്റാവും. ഇത് നല്ല പിഗ്മെൻറ്റഡ് ആട്ടോ, നല്ല പിഗ്മെൻറ്റഡാ. എനിക്ക് പിന്നെ ഇപ്പം ലാഷ് ഉള്ളത് കൊണ്ട് നല്ല വൃത്തിക്ക് അങ്ങോട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റണില്ല ഐ ലാഷിൽ. ഓക്കെ, ഉണ്ടോ കളർ കാണുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഓക്കെ 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 അല്ലെങ്കിൽ നമുക്ക് ഇതും ചെയ്യാം. നോർമലി ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യലുള്ളത്, പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കൊണ്ട് ഞാൻ കൈ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലിച്ചർ വരും, കണ്ടോ? ഇവിടെ ഇങ്ങോട്ട് കണ്ടോ, എന്തൊരു ഭംഗിയാ നോക്ക്. ഓക്കെ, കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കാരണം എൻ്റെ ഒരു ഗോൾഡൻ ടച്ചാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ ഗ്ലിറ്റർ കൊടുക്കുന്നത്. കണ്ണിൻ്റെ അടിയിൽ വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നവരുണ്ട്. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ബ്ലഷ് ഇടുക എന്നുള്ളതാണ്. ഈ ഒരു ഷീക്ലാമിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് റിച്വൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാനുള്ളത്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു റോസ് കളറാണ്. നമുക്ക് ഇവിടെ നിന്ന് നോർമലി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തുടങ്ങണത്. നമുക്കിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഒരു 5 എണ്ണം. ടീം 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 കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇന്ന് കുറച്ച് നമുക്ക് ഓണത്തിൻ്റെ അല്ലേ, ഓണം വൈബിന് കുറച്ചൊക്കെ നമുക്ക് കൂടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചില ആൾക്കാർ റൊട്ടേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എങ്ങനെ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ 5 എണ്ണം എടുത്തു. ഞാൻ നോർമലി 3 എണ്ണം ആണ് ഞാൻ പിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഓണം വൈബല്ലേ, കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുമക്കണതിന്
പ്രശ്നമില്ല. എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരെ ഇവിടെ ഒരുമാതിരി അടിച്ച് വെച്ചതുപോലെ ഇരിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിത് ഓക്കെ കണ്ടോ, ഒരു എന്താ പറയുക, ബ്ലഷ് ഇടുമ്പോൾ നമ്മളെ ഫേസ് തന്നെ മാറും എന്ന് പറയണത് വളരെ വയതാണ് കേട്ടോ, വളരെ കറക്റ്റാണ്. പോവാണത് ഈ ഒരു ചിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഹൈലൈറ്റർ ഇടുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുമോ, ഇതിൻ്റെ ഈ പമ്പ് വർക്കിംഗ് അല്ലാത്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര പ്രോഡക്റ്റ് ലൂസ് ആവുന്ന രീതിയിലുള്ളതാണെന്ന്. നമുക്കിപ്പോൾ ഇവിടെ കുറച്ചായിട്ടുണ്ട്, അപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഇവിടെ, പക്ഷെ പ്രോഡക്റ്റ് ഇല്ലേ അടിപൊളി സാധനമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയില്ലേ എല്ലാം കറക്റ്റാവില്ല പറയില്ലേ, ആ ഒരു സാധനമാണ്. കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്യാം, കൈ കൊണ്ടും ബ്ലെൻഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ ഇത്രത്തോളം ഭംഗിയുണ്ട്, നോക്ക്, നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹൈലൈറ്റർ. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ഗ്ലോ ലുക്ക് കണ്ടോ, ആക്കി കൊടുക്കുക, ഒരു ഇത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതാണ്. ഇപ്പം ലിപ് ബാം ആണ് നമ്മളതിൽ കിടക്കുന്നത്, അത് നമുക്കൊന്ന് മായ്ക്കണം. ഇതിലാവില്ല, ഹാർഷായിട്ടൊന്നും ചെയ്തിട്ട് ചെണ്ട് നല്ല രീതിക്ക് ഇതാ. ഫ്ലവർ മാറിൻ്റെ ലിപ് ലൈനറാണ് കേട്ടോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ഇതിലാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോണത് സെഫോറേൻ്റെ ലിപ്സ്റ്റിക്കാണ്. കുറച്ച് മതി, കുറച്ച്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്, നമുക്ക് അടിപൊളി. അടിപൊളിയായിട്ടല്ലേ ലുക്ക് എന്ന് പറയണത്. ഇനി ഞാൻ പോയിട്ട് തലയൊന്ന് കെട്ടണം. എനിക്ക് തലയും കിട്ടി, കമ്മലൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാം. എൻ്റെ ഈ ഗോൾഡൊക്കെ ഒന്ന് മാറ്റണം, എന്നിട്ട് കമ്മലിട്ടിട്ട് ഇപ്പം വരാം. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതെ, ഫൈനലി ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയണത്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹെവി ആയിട്ടുള്ള കമ്മലിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ മാല ഇട്ടില്ല, കാരണം മാല എൻ്റെ സ്വർണ്ണമാല തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതെ, എനിക്ക് പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഫൈനലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയില്ല, നമുക്ക് ഒരു പെർഫ്യൂമും കൂടെ അടിക്കാം. ഇതാണ് ആ പെർഫ്യൂം എന്ന് പറയണത്. സോ പെർഫ്യൂമും കൂടെ നമുക്ക് അടിക്കാം. ജാഗ്വാറിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ. അപ്പം ഇതിന് മണം സൂപ്പറാണ്, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇത്ര ഹെവി ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിയിട്ടില്ല. മേക്കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ചെയ്യണത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ വാല് പോലെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കണ്ണിൻ്റെ മേക്കപ്പ് ലുക്ക്. പിന്നെ ഒരു പൊട്ട് ഞാനിട്ടു. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആ ഒരു എന്താ പറയുക കല്ലുണ്ടായിരുന്നു, അത് ഇടുമ്പോൾ തന്നെ അത് ഇളകി പോകുന്നു, എന്താ സംഭവം എനിക്കറിയില്ല. അപ്പം ചെറിയൊരു കറുത്ത കുത്തിട്ടിട്ട് ഞാൻ അവിടെ പൊട്ട് വെച്ചു. എങ്ങനെയുണ്ട്? രസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിട്ടുള്ള. ഇതിങ്ങനെ മറയ്ക്കാം. ഓക്കെ, ഇപ്പൊ സെറ്റായില്ലേ? ഇത് മറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടത്ത് നിങ്ങൾക്ക് ഭംഗി മനസ്സിലാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതേ വയലറ്റും ഗ്രീനും നല്ല മാച്ചിങ് ആണ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ. ഇവിടെ നിന്ന് ഇതേ ഈ സാധനം ഇളകി പോകുന്നുണ്ട്. എനിക്ക് പാവാട കുറച്ച് ലൂസാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്കിതിൽ എടുക്കാം, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ
ലിപ്പൊക്കെ അടിപൊളിയായി. എൻ്റെ പിന്നെ ഇത്രയും ക്യൂട്ടായിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഇതിനു മുന്നേ കണ്ടിട്ടില്ല, സത്യം. അതെ, അപ്പം നമുക്ക് രണ്ട് എന്താ പറയുക, ഇതൊക്കെ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കുറച്ച് ഇങ്ങനെ തിരിയണതും ഇങ്ങനെ തിരിയണതൊക്കെ കാണാം. ഓക്കെ, എനിക്ക് എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുകയാണ്. ഓക്കെ.